ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത ഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. മണി ക്യാരിഡ് എ സ്മാൾ ബെഡിങ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ആൻഡ് ആൻ അംബ്രല്ല. മണിയും ഗ്രാനിയും യാത്ര തിരിച്ചിട്ടുണ്ട്. മണിയുടെ കയ്യിൽ ഒരു ബെഡിങ് റോൾ എന്ന് പറയുന്നത് ഒരു സ്ലീപ്പിംഗ് ബാഗാണ്, അതായത് കിടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് മണി അവൻ്റെ ഷോൾഡറിൽ ക്യാരി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാനിയുടെ കയ്യിലൊരു വലിയ ഷോപ്പിംഗ് ബാഗ്, അതുകൂടാതെ ഒരു അംബ്രല്ലയും ഗ്രാനി ക്യാരി ചെയ്യുന്നുണ്ട്. വെനെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ് സെഡ് മണി. അപ്പം മണി മുത്തശ്ശിയോട് പറയുകയാണ്, മുത്തശ്ശിക്ക് എപ്പോഴാണോ ടയേർഡ് ആവുന്നത്, ക്ഷീണം തോന്നുന്നത്, അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാം. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട് സെഡ് ഗ്രാനി. വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുകയാണ്, വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട്. നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നിനക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാം. ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്. അവർ ഒരു ഫിക്സഡ് സ്പീഡിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്, പക്ഷെ അവരധികം ഒന്നും സംസാരിക്കുന്നില്ല. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേർ ഓവർഹെഡ്. ഫ്ലോക്ക് മീൻസ് ഗ്രൂപ്പ്. ഒരു കൂട്ടം തത്തകൾ അവർക്ക് മുകളിലൂടെ പറക്കുന്നുണ്ട്. വേൾഡ് മീൻസ് മൂവ് റാപ്പിഡ്ലി അറൗണ്ട്, അതായത് അവർക്ക് മുകളിലൂടെ അതിവേഗത്തിൽ പറക്കുന്നുണ്ട്. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. സോംബർ സ്കൈ മീൻസ് ഡാർക്ക് അല്ലെങ്കിൽ ഗ്ലൂമി, അതായത് അവർ ഇറങ്ങിയപ്പോഴൊരു മഴയുണ്ടായിരുന്നു, ആ അന്തരീക്ഷം ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്. ഇരുണ്ടിരിക്കുന്ന ആ ഒരു ആകാശത്തിലൂടെ പെട്ടെന്ന് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പാരറ്റ്സ് അവ വേഗത്തിൽ പറന്നു പോവുകയാണ്. അതായത് പാരറ്റിൻ്റെ പച്ച നിറം, ചുവപ്പ്, ആ കളറുകൾ ആകാശത്തിലൂടെ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്തു പോകുന്നു. ദെയർ വെയർ നോ അതർ സൗണ്ട്സ് എക്സെപ്റ്റ് ഫോർ ദ ഹിസ് ആൻഡ് ജെൻറ്റിൽ പാറ്റർ ഓഫ് റെയിൻ. അവിടെ മറ്റൊരു സൗണ്ടും കേൾക്കാനില്ല. മഴയുടെ ശബ്ദം, മഴയുടെ ചെറിയ ടാപ്പിംഗ് സൗണ്ട്, മഴയുടെ ചെറിയ ശബ്ദം. മണി സ്റ്റോപ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. പോയ വഴിക്ക് മണി പെട്ടെന്ന് നിന്നു. അവിടെ ഉള്ള ബ്ലാക്ക്ബെറീസ് പറിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നത്. ഗ്രാനി വാസ് ഇൻ ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. ഗ്രാനിക്ക് ഈ ബ്ലാക്ക്ബെറീസ് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഗ്രാനി അവരുടെ സ്പീഡ് കുറച്ചില്ല, നടത്തത്തിൻ്റെ സ്പീഡ് കുറച്ചില്ല. സ്ലാക്കൻ മീൻസ് ടു ബിക്കം സ്ലോ. നടത്തത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ് സ്ലാക്കൻ. പക്ഷേ ഗ്രാനിയുടെ സ്പീഡ് കുറച്ചില്ല. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. അതുകൊണ്ട് തന്നെ ഗ്രാനിയോടൊപ്പം എത്താൻ മണിക്ക് ഓടേണ്ടി വന്നു. സൂൺ ഹിസ് ലിപ്സ് വെയർ പർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. അവൻ ബ്ലാക്ക്ബെറീസ് കഴിച്ചിട്ട് അവൻ്റെ ചുണ്ടുകളുടെ കളറ് പർപ്പിൾ കളറായിട്ട് മാറി. The rain stopped and the sun came out. Below them the light green of the fields stood out against the dark green of the forest. മഴ അവസാനിച്ചു, സൂര്യൻ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ആ ഫീൽഡിലെ, ആ സ്ഥലത്തെ മരങ്ങളുടെ ഇളം പച്ച നിറവും കാടുകളുടെ നല്ല പച്ച നിറവും പുറത്തേക്ക് വന്നു. ആൻഡ് ദ ഹിൽസ് വെയർ ബാത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. ഈ സൂര്യപ്രകാശത്തിൽ ആ മലകൾ, ഹിൽസ്, അവയൊക്കെ കുളിച്ചു നിൽക്കുന്നു. മണി റാൻ എഹെഡ്. മണി കുറച്ചുകൂടി വേഗത്തിൽ ഓടാൻ തുടങ്ങി. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി ഹീ കാൾഡ്. പെട്ടെന്ന് അവൻ ഗ്രാനിയോട് ചോദിക്കുകയാണ്, ഗ്രാനിക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ടോ? ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. എനിക്ക് ഈ വഴിയും കാണാം, എനിക്ക് നിൻ്റെ വൈറ്റ് ഷർട്ടും കാണാം. ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. എനിക്കിപ്പോൾ അത്രയും കണ്ടാൽ മതി. Granny and Mani ate their light meal on the roadside in the shade of a whispering pine and drank from a spring. ഗ്രാനിയും മണിയും അവിടെ റോഡ് സൈഡിലിരുന്ന് ഒരു പൈൻ ട്രീയുടെ തണലിൽ അവരുടെ മീല് കഴിച്ചു, ഉച്ചഭക്ഷണം കഴിച്ചു. അവിടെ അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളവും കുടിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വെർ ഡയറക്ട്ലി എബവ് നെയിൻ.
ഉച്ചയ്ക്ക് ശേഷം അവരേകദേശം നെയിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാറായി. വി ആർ ഓൾമോസ്റ്റ് ദെയർ സെഡ് മണി. നമ്മൾ അവിടെ എത്താറായി, മണി പറഞ്ഞു. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അങ്കിളിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഐ കനോട്ട് സീ എ തിങ് സെഡ് ഗ്രാനി. പക്ഷേ ഇത് കേട്ട ഗ്രാനി മറുപടി പറയുവാണ്, എനിക്കൊന്നും തന്നെ കാണാനായിട്ട് കഴിയുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. മൂടൽ മഞ്ഞ് ആ താഴ്വരയിലേക്ക് വരുന്നു, അതുകൊണ്ടാണ് മുത്തശ്ശിക്ക് കാണാൻ കഴിയാത്തത്. ഇറ്റ് ബിഗാൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മാൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അവിടെ റിവറിൻ്റെ അരികിലായിട്ടുള്ള ടൗൺ, ആ ടൗണിലെ ഒരു ചെറിയ മാർക്കറ്റിലേക്ക് അവർ കയറുമ്പോൾ മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിയുടെ അംബ്രല്ല കുട ലീക്കാവുന്നുണ്ട്. ബട്ട് ദേ വെയർ സൂൺ ഡ്രൈയിങ് ദംസെൽസ് ഇൻ ദ അങ്കിൾസ് ഹൗസ്. അവർ അങ്കിളിൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആ കുടയും ഉണങ്ങാനായിട്ട് തുടങ്ങി. ആൻഡ് ഡ്രിങ്കിങ് എ ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. അങ്ങനെ അങ്കിളിൻ്റെ വീട്ടിലെത്തിയിട്ട് അവർ നല്ല മധുരമുള്ള ഒരു കപ്പ് ചായ കുടിച്ചു. മണി ഗോട്ട് അപ്പ് ഏർലി ഇൻ ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദ റിവർ. മണി അടുത്ത ദിവസം അതിരാവിലെ തന്നെ എണീറ്റ് അടുത്തുള്ള ഒരു പുഴയിൽ കുളിക്കാനായിട്ട് ഓടിപ്പോയി. ആസ് മണി ഡ്രസ്ഡ് ഹി ഹേർഡ് എ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. അവൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ബസ്സിൻ്റെ ഹോൺ അവൻ കേട്ടു. ബ്ലെയർ മീൻസ് എ ഹാർഷ് സൗണ്ട്. ബ്ലെയർ ഓഫ് ദ ബസ് ഹോൺ. അവൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ബസ്സിൻ്റെ ഹോൺ കേട്ടു. ബ്ലെയർ മീൻസ് എ ഹാർഷ് സൗണ്ട്. അതായത് ആ ബസ്സിൻ്റെ ഹോൺ വളരെ ഹാർഷായിട്ടുള്ള സൗണ്ടായിരുന്നു, അതവൻ കേട്ടു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അടുത്ത എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിൽ.